individuals. Who is an individual? I'm Muhammad Ali, Knowledge Guide. Good evening. ഇൻഡിവിജ്വൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ദാസേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ചുറ്റുപാടുള്ളതെല്ലാം അറിയാം, ആളുകളെക്കുറിച്ചറിയാം, വസ്തുക്കളെക്കുറിച്ചറിയാം, എല്ലാത്തിനെക്കുറിച്ചറിയാം. പക്ഷേ നമുക്കറിയില്ലാത്തത് എന്താണ്? ഞാൻ ആരാണ്? എല്ലാത്തിനെയും കുറിച്ചറിഞ്ഞാൽ അതിൻ്റെയൊക്കെ വിവരം ശേഖരിച്ച് അവിടെ കൊണ്ട് അവതരിപ്പിക്കും. മരിച്ചു പോയി കഴിയുമ്പോൾ അവിടെ കൊണ്ട് അവതരിപ്പിക്കാനാണോ നമുക്ക് ഉള്ള ഈ ജന്മം? അതോ നമ്മളെക്കുറിച്ചറിയാനുള്ളതാണോ? ഈ തിരിച്ചറിവില്ലാതെ പോയിട്ടുണ്ട് നമുക്ക്. മറ്റുള്ളവരെക്കുറിച്ച് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന, അതിനെ 10-16 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ വേണമെങ്കിലും അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ആരാണ്, ഹൂ ഐ ആം എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ നമ്മളാരാണെന്നറിയുന്ന മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് കേട്ട് അത് വിശ്വസിച്ച് ഞാനതാണെന്ന് തോന്നും. ഇപ്പം ഇവർ നമ്മളെ കളിയാക്കാനായിട്ട് പറ്റിക്കാനായിട്ട് പറഞ്ഞാണെങ്കിലോ, അത് സാർ ഭയങ്കര നോളേജാണ്, വലിയ ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിയുമ്പോൾ ഞാനങ്ങ് വിചാരിക്കുക, ഇതുപോലെ ഒരാൾ എന്നെപ്പോലെ ഇല്ല കേട്ടോ, ഞാൻ കോളേജിൻ്റെ ഗുരുവാണ്. ഇതല്ലേ എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ ഹരി സാർ നല്ല സുന്ദരനാണ് കേട്ടാന്ന് പറയും. അപ്പോൾ കേട്ടോ എന്തോരാളെ പറയുന്നപ്പോൾ ഞാൻ സുന്ദരനാണ്. ഇതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലാം കയറിപ്പെട്ടിരിക്കുന്ന സാധനം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് നമ്മൾ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോഴെന്താണെന്നറിയോ, പല ആളുകളും പറഞ്ഞത് ഒക്കെ കേട്ട് വെച്ച് നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിനെ കോട്ടം തട്ടരുത് എന്ന രീതിയിൽ നമ്മൾ ഫേക്കായിട്ടങ്ങ് ജീവിക്കും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആൾ നല്ല അറിവുള്ള ആളാണ് കേട്ടോ, അപ്പോൾ അറിവുണ്ടെന്ന് കാണിക്കാനായിട്ട് വീഡിയോ ഒക്കെ ഇട്ടേക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു പ്രിൻസിപ്പിളും കാര്യവും വീഡിയോ ഒക്കെ ഇടുന്ന ആളല്ലേ, അയാൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വീഡിയോ കാണുന്ന ആളുകൾ തിരിച്ചറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചെൻ്റെ ജീവിതവും അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരുടെ കയ്യൊപ്പ് വാങ്ങാനായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച് മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മളിവിടെ ജീവിച്ചോ? നമ്മളിവിടെ ജനിച്ചിരിക്കുന്ന ഒരു ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ഏത് തലത്തിലുള്ള ആളായാലും ഒരു ഇൻഡിവിജ്വലായിട്ട് ജീവിച്ചു. മീ ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാനാരാ എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ശരിക്കും നമുക്കറിയാം നമ്മൾ ആരാണ്. അത് വച്ച് കയ്യിൽ വെച്ചിട്ട് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ എന്നെപ്പോലെ മറ്റേ ആളല്ല. അപ്പോൾ അത് എന്നെപ്പോലെ അല്ലല്ലോ, അതുകൊണ്ട് ഇവൻ പിഴയാണ്. അവന് ചെയ്തത് ശരിയാണോ? അത് ന്യായമാണോ? ഈടോ താൻ ന്യായം ചെയ്തിട്ടുണ്ടോ? താൻ എത്ര പ്രാവശ്യം ന്യായം ചെയ്തിട്ടുണ്ട്? മമ്മൂട്ടി പോരാ കരുത്. എൻ്റെ അത്ര അവതരം മമ്മൂട്ടിക്ക് വരത്തില്ല എന്നുള്ള ധാരണയല്ലേ പോരാന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെന്താണ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തിക്കോ, അവർക്ക് തന്നെയാണ്. അതുപോലെ എന്നെപ്പോലെ മറ്റുള്ളവനും ആകണം അടുത്ത സ്റ്റെപ്പ്.
അങ്ങനെ വരുമ്പോൾ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ എന്താണ്, അതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചോളാം. പള്ളി പറഞ്ഞാൽ മതി. ഞാനെങ്ങനെ ജീവിച്ചു പോന്നു, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ആ വിധത്തിലാണ് കേട്ടോ ഉള്ള ജീവിതം എന്ന് പറഞ്ഞത്. എൻ്റെ മക്കളും അങ്ങനെ ആകണം, എൻ്റെ ഭാര്യയും അങ്ങനെ ആകണം, എൻ്റെ അപ്പനും അങ്ങനെ ആകണം, അമ്മയും അങ്ങനെ ആകണം, സഹോദരന്മാരും അങ്ങനെ ആകണം. എന്തുവാ അത്? ഞാനങ്ങ് സ്നേഹിക്കുന്ന ആളാണ്, പള്ളി പറഞ്ഞാൽ മതി. അതുപോലെ മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം. ഭാര്യ സ്നേഹിക്കണം, ഭർത്താവ് സ്നേഹിക്കണം, മക്കൾ സ്നേഹിക്കണം, സഹോദരൻ സ്നേഹിക്കണം, സഹോദരി സ്നേഹിക്കണം. എന്തൊരു ഫൂളിഷ്നെസ്സാണ്. ഞാൻ മറ്റുള്ള ഇത് പറയാൻ ഞാൻ എങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്ന, അങ്ങനെ സ്നേഹിക്കുന്ന, സഹായം ചെയ്യുന്ന ആൾ, മറ്റേ ചെയ്യുന്ന ആൾ ഒക്കെ ആണ് എന്നൊരു ധാരണയാണ്. നിങ്ങളോട് ചോദിച്ചു നോക്കകത്ത് നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. വേറെ ആൾ പറയുമ്പോഴത്തേക്ക് തർക്കിക്കും, ഞാൻ അങ്ങനെ മറ്റേ സ്നേഹിക്കുന്ന ആളാണ്. ഒന്നൊന്ന് ചോദിക്കുന്നേ, ഒരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് എടുത്ത് വെക്കേ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, നിങ്ങൾ ഓരോ സന്ദർഭത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ ഒരുത്തനും ഇവിടെ നല്ലവനല്ല. ഈ മുഹമ്മദ് അലി ഗുരു ഗൈഡ് ഉൾപ്പെടെ എനിക്ക് അങ്ങനെ ഒന്ന് ചൂടായത് ശരിയായ രണ്ടുപേരും ഒക്കെ ചൂടായത് ശരിയാണ്. എടോ ഞാൻ ചൂടാറുണ്ടോ? എല്ലായിടത്തും ചൂടായി, അതിനിപ്പോൾ എന്താ? നമ്മളുടെ കാര്യം നോക്കിയിട്ട് ആ കാര്യം മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് അവനത് ചെയ്യുന്നില്ല എന്ന് പറയും. അതില്ല. നമ്മളെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ടുള്ള ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ, മീ ആസ് എൻ ഇൻഡിവിജ്വൽ, മുഹമ്മദ് അലി മീ ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാൻ എന്താണ് എന്നൊന്ന് വിലയിരുത്തിയാൽ ആ വിലയിരുത്തലുകളുടെ വെളിച്ചത്തിൽ വേറെ ആളുകൾ അങ്ങനെയല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്. അല്ലാതെ പറഞ്ഞാൽ എന്താണെന്നറിയോ, അത് അവനെക്കുറിച്ച് ഗോസിപ്പാണ്, അവനെക്കുറിച്ച് താറടിച്ച് കാണിക്കുന്നത്. അങ്ങനെ താറടിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താറടിക്കപ്പെടും, എല്ലാം നെഗറ്റീവാകും. ഇപ്പം നിങ്ങൾ നോക്കണ്ട, ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എന്ത് തരത്തിലാവട്ടെ, ഔന്നത്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും അവർ ഉയർന്ന് വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർ മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഔന്നത്യം ഉണ്ടായതിനെ കുറിച്ച് അസൂയപ്പെടുകയും ആ നെഗറ്റീവ് മൈൻഡ് അങ്ങനെ ഫോം ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും രക്ഷപ്പെടത്തില്ല. ദാരിദ്ര്യത്തിൽ നിന്നും ഇതുവരെ കരകയറിയില്ലല്ലോ എൻ്റെ ഒരു പരിചയക്കാരൻ എന്നപ്പോൾ ഇങ്ങനെ പറയരുത്. അപ്പോൾ അയാൾക്ക് കേരള ഗവൺമെൻറ് ലാട്ടറി അടിച്ചു. എത്ര രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ആണെന്ന് ഓർക്കുന്നില്ലേ. അത് കഴിഞ്ഞ് കുറേ ആളുകൾ ഇതൊക്കെ നല്ല ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടല്ലോ ഇയാൾ പാപ്പര്. അതെന്താ കാര്യം? ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ലക്കാണ്. അതടിക്ക് ഏത് പൈസക്കാരനും അടിക്കും, അടിക്കാതിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞ് ആ കാശ് കൊണ്ട് ഇയാൾ ഗതി പിടിച്ചില്ല, പണ്ടത്തേൽ കഷ്ടം. ഇത് കാര്യം എന്താണ്? നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നെഗറ്റീവോട് മറ്റുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നവർക്ക് അവനെ ലോട്ടറി അടിച്ചെന്ന് വേറെ ആൾ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. ഓവർ ഹിയർ ചെയ്ത് ഞാനങ്ങനെ പറയുന്നിടത്ത് നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊന്ന് നന്മ ചെയ്യുന്ന ആളുകൾക്ക്, നന്നായിട്ട് ജീവിക്കുന്ന നമുക്ക് മാത്രം ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് ലോട്ടറി കിട്ടുന്നത് അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നുമില്ല. ലോട്ടറി കിട്ടേണ്ട സമയമാകുമ്പോൾ ലക്ക് കിടന്ന് കളിക്കുമ്പോൾ ഏത് പോലീസുകാരനും കിട്ടും. അവൻ ലോട്ടറി ഒക്കെ അടിച്ചാൽ അവൻ്റെ മനസ്സിൻ്റെ ആണ് കേട്ടോ. മനസ്സിലായി? വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സായിരുന്നു, അതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ കുറിച്ച് എനിക്കറിയാം. അയാൾ എല്ലാവരും ദൂരം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ്. ലോട്ടറി കിട്ടിയാൽ ശരിയാണ്, കുറച്ച് ആളായപ്പോൾ ആടാ. മനസ്സിലാകുന്നുണ്ട്? ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതിൽ ജീവിക്കുന്ന നമ്മൾ അതിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഒരു 3 ദിവസം സൂര്യൻ ഉദിക്കാതെ അല്ലെങ്കിൽ ഉദിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് ക്ലൗഡി ആയിട്ടിരിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ്റെ ഒക്കെ സ്ഥിതി എന്താവും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ജീവിക്കുന്നത്, വായുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്.
അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമ്മളേത് വിധത്തിലാണോ ആ വിധത്തിൽ അവന് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ടിക്ക്. അത് വിധത്തിലല്ലെങ്കിൽ അവൻ മോശക്കാരെന്ന് വെച്ച്, എന്നാലും അവൻ മോശക്കാരനാണെന്ന് വേറൊരാളുടെ പറയാൻ നമുക്ക് അവകാശമുണ്ടോ? കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന അത് ശരിയാണോ എന്ന് ബോധ്യമില്ല നമുക്ക്. ഓക്കെ. അപ്പോൾ മറ്റുള്ളവൻ അതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അവന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അത് അവനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്തത് കൊണ്ട് മനസ്സിലായേ, ആ കാര്യം ശരിയല്ല എന്ന് പറയുന്ന ഓർത്തില്ല. ഇതാണ് പറയുന്നത്. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ടെന്ന് യേശുദേവൻ ഈസാ നബി പറഞ്ഞത്. അതെന്താണ് ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, ഞാനൊന്നും ജീവിച്ചിരുന്നില്ല. അത് കാര്യം എന്താ വെച്ചാൽ, ഒരു മനുഷ്യനായിട്ട് ആരെങ്കിലും പിറന്നിട്ടുണ്ടെങ്കിൽ അവൻ പാപം ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞു പാപമായിരിക്കും ചിലപ്പം, മുട്ടക്കാട്ട പാപം, ആരെങ്കിലും കൊല്ലുന്ന തരത്തിലെ പാപം, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിച്ച് വഞ്ചിക്കുന്ന തരത്തിലെ പാപം, അങ്ങനെയുള്ളത് ഉണ്ട്. അതല്ലാതെ ആണെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നല്ല കാര്യം. പക്ഷെ കുഞ്ഞു പാപമെങ്കിലും ചെയ്യാത്തവൻ ഇല്ല. അപ്പോൾ മനുഷ്യനെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവായിട്ടാണ്. മനുഷ്യൻ്റെ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ആത്മാവാണെങ്കിലും, പെർഫെക്റ്റ് ആയിട്ടുള്ള ആത്മാവാണെങ്കിൽ അവിടെ ഇരുന്നാൽ പോരായിരുന്നു, അവിടെ ജനിക്കേണ്ട കാര്യമുണ്ടാകും. ഒരാത്മാവ് പെർഫെക്റ്റ് ആയിരുന്നില്ലല്ലോ. അപ്പോൾ പെർഫെക്ഷന് വേണ്ടി ടെസ്റ്റുകൾ നടത്താനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെട്ടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റാകാം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകാം, നമ്മളെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മൾ കയ്യിലെടുക്കാം, നമ്മുടെ ആത്മാവിൻ്റെ കൺട്രോൾ നമ്മൾ കയ്യിലിരിക്കാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1+1 എന്നൊക്കെ പറഞ്ഞ കാര്യം പറഞ്ഞ്, അതുപോലെ ഇവിടെ ഒരു യുക്തിവാദിയുണ്ട്, വലിയൊരു മനുഷ്യന്, നല്ല വിവരമുള്ള അവനങ്ങനെ അയാൾ ടി വിയിലൊക്കെ പറയാം, പക്ഷേ പേരൊന്നും പറയുന്നില്ല. അയാളുടെ ഒരു ദിവസം ഞാൻ കണ്ട്, വലിയ സ്നേഹമുള്ള നല്ല മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങളെന്തിനിങ്ങനെ നിരീശ്വരവും യുക്തിവാദമൊക്കെ പറഞ്ഞ് നടക്കുക, എന്തിൻ്റെ കാര്യം? അതെ, ഇവരൊക്കെ ഇങ്ങനെ ദൈവമുണ്ടെന്നൊക്കെ പറയുന്നില്ലേ, അതില്ല. ഞാൻ പറഞ്ഞില്ല എങ്കില അയാൾ ദൈവമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ഇല്ലാതായി പോകും. അയാളുടെ വിശ്വാസമാണ് ദൈവമില്ല എന്ന്. എൻ്റെ വിശ്വാസം ദൈവമുള്ളത്, എൻ്റെ വിശ്വാസം ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദൈവം ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. കാര്യം ഈ ദൈവം ഉണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയിട്ട് അവരതിൽ ഉൾക്കൊണ്ട് അവരുടെ ജീവിതം ആ കാലം ഇവിടെ കഴിച്ചു കൂട്ടണ്ട. ഇല്ല എന്ന് വിശ്വസിക്കുന്ന അവൻ അങ്ങനെ തന്നെ ആയിട്ട് കഴിച്ചു കൂട്ടണ്ട. ഇതാണ് ഇവൻ്റെ ദൗത്യം. അതായത് എന്തെങ്കിലും ഇംപെർഫെക്ഷൻ ഈ ആത്മാവിനുണ്ടായിരുന്നു, അതൊന്ന് കറക്റ്റായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ജന്മം നൽകി എല്ലാ ഗൈഡൻസും ഒക്കെ പല പ്രവാചകന്മാരും ഒക്കെ ആയിട്ട് വേദഗ്രന്ഥങ്ങളൊക്കെ വന്ന് ശാസ്ത്രീയമായിട്ടും അങ്ങനെ ഉണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അതിട്ട് ചെയ്ത് നമുക്ക് മെച്ചപ്പെടാതെ നമ്മൾ പോയാൽ അത് നമുക്ക് തന്നെ അല്ല. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ളത് ധാരണയുടെ പേരിൽ ദൈവത്തിനും ചീത്ത വിളിച്ച് സ്റ്റേജുകൾ കിട്ടിയല്ലോ അത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവസാനത്തിൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടത്തില്ല. അത് വേറെ വശം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശക്കാരിയാണെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നമ്മളെ പരിശോധിക്കണം. ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് മതി, ഡെയിലി വേണം, അല്ല വല്ലപ്പോഴും കൂടി ചെയ്യേണ്ട.